IPL ഈ സീസണിലെ ആദ്യ പകുതിയിൽ പഞ്ചാബ് എന്നാൽ ഫയർ ആയിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിലോ ഫ്ലവറായി മാറിയോ? അഗ്രസീവ് ബാറ്റിംഗ്, ഹ്യൂജ് ടോട്ടൽസ്, എന്നിട്ടും തോൽവി. ആരാധകരാണെങ്കിൽ നിരാശയിലും. 220 മേലെ റൺസ് അടിച്ചിട്ടും തോറ്റുപോകുന്ന ഒരു ടീം. തുടർച്ചയായി 6 ജയം, പിന്നീട് 6 തോൽവി. ഇനി പ്ലേ ഓഫിലെത്താൻ തീക്കളി. IPL 2026 ഏറ്റവും അപകടകരമായ ടീം എന്ന് തോന്നിപ്പിച്ച പഞ്ചാബ് കിങ്സ് ഇപ്പോൾ എങ്ങനെ തുടർച്ചയായി തോൽക്കുന്നു? എന്തുകൊണ്ട് ടോപ്പ് പെർഫോമൻസിൽ നിന്ന് ലോ പെർഫോമൻസിലേക്ക് അടിതെറ്റി? ഇന്നത്തെ വീഡിയോയിൽ പഞ്ചാബ് കിങ്സിന്റെ ഡൗൺഫാളിന്റെ 5 പ്രധാന കാരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പതർച്ചയുടെ പവർ പ്ലേ. പഞ്ചാബ് കിങ്സിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പവർ പ്ലേയിലെ തൂക്കിയടിയായിരുന്നു. പ്രിയൻ ഷാരിയും പ്രഭ് സിമ്രാൻ സിംഗും നൽകുന്ന വെടിക്കെട്ട് തുടക്കമായിരുന്നു പഞ്ചാബ് ഇന്നിംഗ്സിന്റെ നട്ടല്. എന്നാൽ ആ ഫിയർലെസ് തുടക്കം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവർ നൽകിയിരുന്ന എക്സ്പ്ലോസീവ് തുടക്കം മിഡിൽ ഓർഡറിന് ഫ്രീഡം നൽകിയിരുന്നു. പവർ പ്ലേയിൽ തന്നെ എതിരാളികളെ കംപ്ലീറ്റ്ലി പ്രഷറിലാക്കിയിരുന്ന പഞ്ചാബിന്റെ സിറ്റുവേഷൻ ടോട്ടലി മാറി. പവർ പ്ലേയിൽ തന്നെ 70+ സ്കോർ ചെയ്തിരുന്ന പഞ്ചാബ് ഇന്ന് 50 എത്താൻ പോലും സ്ട്രഗിൾ ചെയ്യുന്നു. നേരത്തെ വിക്കറ്റുകൾ വീഴുന്നതോടെ സ്കോറിംഗ് വേഗത കുറയുകയും അതോടെ ഇന്നിംഗ്സ് മുഴുവൻ സ്ലോ ആകുകയും ചെയ്യുന്നു. അതോടെ പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് റിതം തന്നെ പവർ പ്ലേയിൽ ബ്രേക്ക് ആകുകയാണ്. ടോപ്പ് ഓർഡറിനെ പഞ്ചാബ് അമിതമായി ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയാണ് അവരുടെ ആദ്യ വീഴ്ച തുടങ്ങുന്നത്. ടോപ്പ് ഓർഡർ വീണാൽ പഞ്ചാബ് വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പല മത്സരങ്ങളിലും മിഡിൽ ഓർഡർ ചീട്ടുകൂട്ടാനും പോലെ തകർന്നു വീഴുന്ന കാഴ്ച. ശ്രേയസ് അയ്യറിന് കൂടെ ടീമിനെ താങ്ങി നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം ശുഭം. അയ്യർ ഫോമിലല്ല. ഈ സീസണിന്റെ തുടക്കത്തിൽ അന്യായ ഫോം, ഹൈ ക്ലാസ് ക്യാപ്റ്റൻസി. ഓരോ മത്സരം കഴിയുമ്പോഴും ക്യാപ്റ്റനായും ബാറ്ററായും തന്നെ ഗ്രാഫ് ഉയർത്തിയ പ്ലെയറാണ് ശ്രേയസ്. തുടക്കത്തിൽ അൺബിലീവബിൾ ടച്ചിലായിരുന്നു താരം. ശാന്തമായ ഇന്നിംഗ്സ്, സ്മാർട്ട് ക്യാപ്റ്റൻസി, പ്രഷർ സിറ്റുവേഷനിൽ മെച്യൂർ ബാറ്റിംഗ്. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ ശ്രേയസ് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. മികച്ച ഇന്നിംഗ്സ് കളിക്കേണ്ട സമയത്ത് നേരത്തെ പുറത്താകുന്നു, സ്ട്രൈക്ക് റേറ്റ് ഡ്രോപ്പ് ആകുന്നു. ടോപ്പ് ഓർഡർ വീണതോടെ മിഡിൽ ഓർഡർ പ്രഷറും വർദ്ധിച്ചു. ഇതൊക്കെ ശ്രേയസിന്റെ താഴ്ചയ്ക്ക് കാരണമായി, പഞ്ചാബിന്റെ വീഴ്ചയ്ക്കും. മത്സരശേഷമുള്ള ശ്രേയസിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? പവർ പ്ലേയിൽ തന്നെ നമ്മൾ തോറ്റിരുന്നു. ഇത് പ്രകടമാക്കുന്നത് ആദ്യത്തേതുപോലെയല്ല. ടീം കോൺഫിഡൻസ് ഇപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പുറമെ ചില മത്സരങ്ങളിലെ ബൌളിംഗ് മാറ്റങ്ങൾ ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പിച്ചിലെ മാറ്റങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മെനയാത്തതും പഞ്ചാബിനെ പിന്നോട്ടടിച്ചു. മോശം ബൌളിംഗ്. സത്യം പറഞ്ഞാൽ പഞ്ചാബിന്റെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ബാറ്റിംഗ് അല്ല, അത് മോശം ബൌളിംഗ് ആണ്. 200+ സ്കോർ ചെയ്തിട്ട് മത്സരം ജയിച്ചില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ ബൌളിംഗ് നിരയെ. ഇത് ഒരു കളിയായിരുന്നെങ്കിൽ സഹിക്കാം. അവസാന 6 മത്സരങ്ങളിൽ 5ലും എതിർ ടീം 200-ന് മുകളിൽ സ്കോർ ചെയ്തു. രാജസ്ഥാനെതിരെ ഹ്യൂജ് ടോട്ടൽ, ഹൈദരാബാദിനെതിരെ 200+ സ്കോർ, മുംബൈക്കെതിരെ ബിഗ് സ്കോർ, എന്നിട്ടും തോറ്റു. പ്രധാനമായും ഡെത്ത് ഓവറുകളിൽ പഞ്ചാബ് ബൗളേഴ്സിന് കംപ്ലീറ്റ്ലി പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. വിദേശ താരങ്ങളായ സേവിയർ വാട്ട്ലൈറ്റും മാർക്കോ ജോൺസണും വലിയ പ്രതീക്ഷയോടെ എത്തിയിട്ടും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പിശുക്ക് കാണിക്കുന്നതുമില്ല. ഇമ്പോർട്ടന്റ് ഓവറുകളിൽ നിരവധി ബൗണ്ടറികളാണ് ഇവർ വിട്ടു നൽകുന്നത്. പവർ പ്ലേയിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിയാത്തതും മധ്യ ഓവറുകളിൽ റൺ റേറ്റ് നിയന്ത്രിക്കാൻ പറ്റാത്തതും വലിയ തിരിച്ചടിയാണ്. മോശം ഫീൽഡിംഗ്. ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണല്ലോ. എന്നാൽ പഞ്ചാബിന് ഈ ചിന്തകളായി തോന്നിയിട്ടില്ല. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നിർണായക ക്യാച്ചുകൾ കൈവിട്ട ടീമുകളിലൊന്നാണ് പഞ്ചാബ്. IPL പോലൊരു ടൂർണമെന്റിൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് പോലും മാച്ച് ചേഞ്ച് ചെയ്യാം. ഏകദേശം 20ഓളം ക്യാച്ചുകളാണ് ഇതുവരെ പഞ്ചാബ് മിസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വിക്കറ്റ് ആക്കാൻ പഞ്ചാബിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ടേബിൾ ടോപ്പർമാരായി തന്നെ പ്ലേ ഓഫിൽ എത്താമായിരുന്നു. പാളിയ പ്ലാനുകൾ. IPL സംബന്ധിച്ചിടത്തോളം ഏത് വമ്പനെയും ഒറ്റയടിക്ക് വീഴ്ത്താൻ കഴിവുള്ള ടീമുകളാണ് എതിരാളികൾ. ഉദാഹരണം പഞ്ചാബ് തന്നെ. അതുകൊണ്ട് തന്നെ ഓരോ എതിരാളികൾക്കെതിരെയും ടീമുകൾ ഡിഫറന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നതും. ബാറ്റർ, ബൗളർ മുതൽ ഇമ്പാക്ട് പ്ലെയർ വരെ നീളുന്നു ഇത്. അങ്ങനെ നോക്കുമ്പോൾ ഉയർന്ന ചോദ്യമാണ് പഞ്ചാബിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? എല്ലാ ബോളും അറ്റാക്ക് ചെയ്യുക, 200+ സ്കോർ ചെയ്യുക, എതിരാളികളെ വീഴ്ത്തുക. ഇത് ആദ്യമൊക്കെ വളരെ മികച്ച രീതിയിൽ വർക്കായി. പക്ഷേ എതിരാളികൾ ഇത് വളരെ വേഗം മനസ്സിലാക്കി തിരിച്ചടിക്കാൻ തുടങ്ങി. ഓപ്പണർമാരെ ആദ്യമേ വീഴ്ത്തി മിഡിൽ ഓർഡറിനെ സമ്മർദ്ദത്തിലാക്കി. ഒപ്പം ബൗളർമാരെ കടന്നാക്രമിക്കാനും തുടങ്ങിയതോടെ എല്ലാം പഞ്ചാബിന്റെ കൈവിട്ടു. അതായത് 220+ സ്കോർ ചെയ്താൽ വിജയ സാധ്യതയുള്ള ടീം 200-ന് താഴെയാണ് സ്കോറെങ്കിൽ ബൗളിംഗ് പോരായ്മകളെ മുതലെടുത്ത് എതിരാളികൾ അനായാസം ലക്ഷ്യം കാണുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങളെത്തി. പഞ്ചാബിന്റെ വിജയം ബാറ്റിംഗിനെ മാത്രം ആശ്രയിച്ചായി എന്നതാണ് ഇതിനർത്ഥം. ഇതൊക്കെ കൊണ്ടാണ് പഞ്ചാബ് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് മാച്ചസ് ലോസ് ചെയ്യുന്നത്. മോശം പവർ പ്ലേ, മോശം ഡെത്ത് ഓവർ ബൗളിംഗ്, ഫീൽഡിലെ തെറ്റുകൾ, ശ്രേയസിന്റെ സ്ഥിരതയില്ലായ്മ തുടങ്ങിയവയൊക്കെ ചേർന്നാണ് പഞ്ചാബിന്റെ സീസൺ സഡൻലി ഡിഫിക്കൽട്ട് ആയത്. ഇനിയും പ്ലേ ഓഫ് സാധ്യത നിലനിർത്തുന്നുണ്ട് പഞ്ചാബ്. നിലവിൽ അവസാന മത്സരം കൂടി ജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയൂ. ഒരു ജയം കൊണ്ട് മാത്രം കഴിയുന്നതല്ല അവരുടെ സാധ്യതകൾ. പ്ലേ ഓഫ് റേസ് നടത്തുന്ന മറ്റു ടീമുകളുടെ റിസൾട്ട് കൂടിയാവും പഞ്ചാബിന്റെ ഭാവി തീരുമാനിക്കുക. കംബാക്ക് ചെയ്യാൻ കേപ്പബിളായ ടീമാണ് അവർ. പക്ഷേ ബൗളിംഗ് ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ മാറി മറിയും. അങ്ങനെയാണെങ്കിൽ IPL പ്ലേ ഓഫ് റേസിൽ സർവൈവ് ചെയ്യുക എന്നത് പഞ്ചാബിന് വളരെ ടഫായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പഞ്ചാബ് കിങ്സ് കംബാക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ സീസൺ വീണ്ടും ഡിസപ്പോയിന്റ് ആകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കണേ.